ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ രണ്ടാം ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. കൊല്ലം വിജിലൻസ് കോടതി വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ മറ്റൊരു കേസിലുള്ള കാര്യം അത് ആവശ്യപ്പെട്ടതാണ്, ദ്വാരപാലക ശില്പപ്പാളി കേസിലുള്ള ജാമ്യം റദ്ദാക്കണമെന്നുള്ളത്. ഇപ്പോൾ അടുത്ത കേസിൽ കൂടി SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജാമ്യം റദ്ദാക്കണമെന്ന്. എന്താണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിട്ടുള്ളത്? പിന്നീട് അതിന്മേലുള്ള വിശദവാദം, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? അനുജ, ദ്വാരപാലക ശില്പ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഈ SIT നേരത്തെ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിന്മേൽ ഇപ്പോൾ താൽക്കാലിക, അതായത് ഈ വിജിലൻസ് കോടതിയുടെ അനുകൂല പരാമർശങ്ങൾ താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ, കട്ടിളപ്പാളി കേസിൽ കൂടി തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി SITയുടെ ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. തന്ത്രിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ആദ്യത്തെ ഹർജി, അതായത് ആദ്യത്തെ കേസിന്റെ ഹർജി പരിഗണിക്കുന്നതിനോടൊപ്പം ഈ രണ്ടാമത്തെ കേസും പരിഗണിക്കാമെന്ന രീതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അതായത് കേസിന്റെ മുന്നോട്ട് പോക്കിന് തന്ത്രിയുടെ ജാമ്യവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രണ്ട് കേസുകളിലും ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ആവശ്യമായി SIT ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ 26-ാം തീയതി ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായി രണ്ടാമത്തെ കേസിന്റെ കൂടി ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.